അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കഅബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യദാണ്, അള്ളാഹുവിന്റെ കരമെന്ന പോ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. അള്ളാന്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ, സ്വർഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്, ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗള ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖെന്നവർക്കും ഉമർ തങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ സംസാരിച്ചില്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ടവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദമുയർന്നാൽ അൻതഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ? കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സ്വഹാബിയോട് കണ്ണിൽ വ്യഭിചാരം കൊണ്ട് ഇങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കണ്ടേ മുഅ്മിനെ? ആലോചിക്കേണ്ടേ മുഅ്മിനെ? ഖുൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം. കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞെന്നറിയോ? സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. താടി മീശി വന്നോരെന്ന് മാത്രല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശറഅ് കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ? പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ സാക്ക് വരെ, കാലിന്റെ സാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള്, അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അവിത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം. ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അവിത്തുഫിലി, ഒരു കുട്ടിന്റെ മുമ്പില് തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും. എങ്ങനത്തെ കുട്ടിയെന്നറിയോ? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി. കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അല്ലാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട്? എല്ലാ കുട്ടികളും എന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ. അതുകൊണ്ടാണ് ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ മശ്റൂതായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്. എന്താണെന്നറിയോ? ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിന്റെ മുമ്പിലായിക്കോട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ? മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? ഖുല്ലിൽ മുഅ്മിനീന,
നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ യഗുല്ലൂ, അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുല്ലൂന എന്നല്ല, ഖുൽ യഗുല്ലൂ, ഖുൽ യഗുല്ലൂ, അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയെ യഗുല്ലൂ, അവർ അങ്ങ് പറഞ്ഞതനുസരിക്കുന്നവരാണ്, കണ്ണു ചിമ്മും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ലബിൻ ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈറ്, നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ. ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാന്റെ നിയമം അതാണ്. നീ അബ്ദാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം. അള്ളാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ? വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, നബിയെ പെണ്ണുങ്ങളോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന്.